ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വരുന്ന പോലെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ പ്രഗത്ഭരായ നേതാക്കളും അതുപോലെ തന്നെ ബഹുമാന്യനായ പാണക്കാട് ശ്രീ സാദിഖലി ശാബ്ദങ്ങളും ഉള്ള കാലത്തോളം ഇതൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന പ്രശ്നമില്ല. പ്രത്യേകിച്ച് വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും സാദിഖലി തങ്ങളും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതൊരു തർക്കത്തിലേക്ക് ഇങ്ങനെ നീണ്ടുപോകും എന്ന പ്രതീക്ഷ എനിക്കില്ല. പക്ഷേ ചില ആളുകൾ ഇത് തർക്കമാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതാണല്ലോ ബഹുമാന്യനായ ജിഫ്രി തങ്ങളെ പ്രകോപിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ പറയുന്നത്. അദ്ദേഹം അതിൻ്റെ പേരിലാണ് എഴുന്നേറ്റ് പോയത്. ഞാനടക്കം കള്ളനാവുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ കഴിയില്ലെങ്കിലും ആ രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഒരേപോലെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചുണ്ടായിരിക്കും എന്നാണല്ലോ നമ്മൾ കരുതേണ്ടത്. മാത്രമല്ല ബഹാദി നദിയുടേതായ ഒരു വോയിസ് പുറത്തു വന്നു. അതിനെക്കുറിച്ച് ചില ആളുകൾ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇത് വലിച്ചു പുറത്തിട്ടത് എന്ന്. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് ഏകദേശം ഒരു 3 മണിയോട് കൂടിയാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്. ഇങ്ങനൊരു സംഭവം മുഷാവറയിൽ നടന്നു വന്നത്. സ്മൂത്തായി മുഷാവറ കഴിഞ്ഞു, ചില അജണ്ടകൾ മാറ്റിവെച്ചു. അതിനുശേഷം ബഹുമാന്യനായ അധ്യക്ഷൻ പുറത്തിറങ്ങി പത്രക്കാരെ കണ്ടു എന്ന രീതിയിലുള്ള വാർത്തയാണ് നേരത്തെ വന്നത്. അതനുസരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചുണ്ടായിരുന്നു, സുന്നിമാലി ഫെഡറേഷൻ്റെയും SKMയുടെയും. അത് കഴിഞ്ഞ് റൂമിൽ വിശ്രമിച്ച് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നടന്ന പരിപാടിയിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അത് വൻ വിജയമായിരുന്നു. അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രതിനിധികളെയാണ് ഞങ്ങൾ ക്ഷണിച്ചത്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. നല്ല പ്രോഗ്രാമായി. മാധ്യമങ്ങളൊക്കെ വളരെയധികം നല്ല അഭിനന്ദനങ്ങൾ പറഞ്ഞു. പോലീസിനും ഞങ്ങൾക്ക് അഭിനന്ദനം കിട്ടി. കാരണം ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ തിരുവനന്തപുരം നഗരത്തിൽ ഇഷ്ടംപോലെ സമരങ്ങൾ കണ്ടതാണ്. പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകാറ് പതിവാണ്. സമാധാനപരമായൊരു സമരം നടത്തിയപ്പോൾ സ്വാഭാവികമായും അതിനെ അവർ അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് ചില ആളുകൾ മാധ്യമപ്രവർത്തകർ തന്നെ പറയുകയും അവർക്ക് എവിടുന്ന് വിവരം കിട്ടിയെന്ന് ചോദിച്ചാൽ അവർ തുറന്നു പറയില്ലല്ലോ. മാധ്യമപ്രവർത്തകർ വീണ്ടും റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷേ അതിൽ ഒരു മാധ്യമത്തിൽ വന്ന ഒരു വിഷ്വൽ മീഡിയയിൽ വന്ന ഒരു വിവരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് ഉമർ ഫൈസിയോട് പുറത്തു നിൽക്കാൻ പറഞ്ഞത് എന്ന്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കി എന്ന് അദ്ദേഹം പറയുകയും അത് ക്ലാരിഫൈ ചെയ്യേണ്ട കടമ എനിക്കുണ്ടായതുകൊണ്ട് നേരത്തെ ഇവരെ പുറത്തറിഞ്ഞ സാഹചര്യത്തിൽ ഞാനാണ് പുറത്താക്കാൻ ശ്രമിച്ചത് എന്ന അല്ലെങ്കിൽ ഞാനാണ് പുറത്തു നിൽക്കാൻ പറഞ്ഞത് എന്ന രീതിയിൽ ഒരു വാർത്ത വരുമ്പോൾ എന്നെ പലരും വിളിച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് എനിക്കത് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എന്നെ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി കാര്യം പറഞ്ഞു. അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഏകദേശം 2.5 മണിക്കൂർ മുമ്പ് തന്നെ ഈ വിവരം പുറത്തായിട്ടുണ്ട്. ബഹാവുദ്ദീൻ മൗലവി അല്ല പുറത്താക്കിയത്. അദ്ദേഹം പുറത്തായപ്പോൾ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടായത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആ കാര്യത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാൻ 2.5 മണിക്ക് 2.5-3 മണിയോടുകൂടി വിവരം അറിഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത് ഏകദേശം 6:30 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 മണിക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് ഞാനത് കേൾക്കുന്നത്.